ഹലോ, ഞാൻ സുനീസ് രേവതി വെട്ടി കളക്ഷൻ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, മൂവാറ്റുപുഴ, നിയർ റബ്ബർ സൊസൈറ്റി. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. സമാധാനവും സന്തോഷവും സമ്പൽ സമൃദ്ധിയും ദീർഘായുസ്സും പൂർണ്ണ ആരോഗ്യ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ കുടുംബങ്ങളിൽ വാഴട്ടെ. മക്കൾ ക്രിസ്തു യേശു ലോകത്തിൽ ഉന്നതരും ശ്രേഷ്ഠവും ആകട്ടെ. ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തോ. അപ്പോൾ പൗലോ കുഞ്ഞ് ആമേൻ ഇങ്ങനെ പറയൂ. ആമേൻ എന്ന് പറഞ്ഞാൽ ദൈവനാമത്തിൽ ഇതെല്ലാം ഞങ്ങളുടെ കുടുംബത്തിൽ സംഭവിക്കട്ടെ, എന്നിൽ സംഭവിക്കട്ടെ എന്നാണ്. അപ്പം നമ്മൾ ബൈബിളിൽ നമ്മൾ ദൈവത്തിനോട് വലിയ ലിസ്റ്റ് പറയില്ലേ? നമ്മൾ ദൈവം എന്നാ പറയണമെന്ന് കേൾക്കാറുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ദൈവം പറയണേ എന്നാന്ന് കേൾക്കണമെങ്കിൽ വചനം വായിക്കണം. വചനം എന്ന് പറഞ്ഞത് ദൈവത്തിൻ്റെ വാമൊഴിയാണ് കേൾക്കണം. ഇതിലെല്ലാവരും കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ഒരു ഇൻറ്റിമേറ്റ് ഫ്രണ്ടിനെ കണ്ടു. അവളൊന്നും ക്രിസ്ത്യനേ അല്ല. അവൾ പറയും, നിൻ്റെ വീഡിയോ എനിക്ക് അപ്പടിയും കാണാൻ സമയമില്ല, എപ്പോഴും ഞാൻ ആദ്യം വചനം കേൾക്കൂടി, അതെനിക്ക് ഒത്തിരി ആശ്വാസം, ഭയങ്കര മോട്ടിവേഷനാണ്. ഞാൻ പറഞ്ഞു, എടി അത് എൻ്റെ വായിന്ന് തന്നെയല്ല, അത് യേശുവിൻ്റെ വായിൽ നിന്ന് വന്നേക്കണതാ. അത് ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്നത് എല്ലാവർക്കും ആശ്വാസം കിട്ടും. അത് എന്തുകൊണ്ടാണെന്നറിയാമോ? ദൈവം എല്ലാ മനുഷ്യരെ സൃഷ്ടിച്ചപ്പോൾ പരിശുദ്ധ ആത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ് അവരുടെ ഉള്ളിലുണ്ട്. അത് മരിച്ചും ജീവിച്ചും ജീവിക്കണമെന്ന് മാത്രം. അതിന് വചനം എന്ന മായമില്ലാത്ത പാൽ കുടിക്കുമ്പോൾ അത് വണ്ണം വയ്ക്കും, ഇല്ലെങ്കിൽ അത് ശോഷിച്ച് ആ ഇരിക്കണ ഇരിപ്പിൽ തന്നെ ഇരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ അതിനെ ആത്മീയ വളർച്ച വരുന്നതെങ്കിൽ ദൈവം സംസാരിച്ചത് ദൈവത്തോട് പറ്റി ചേർന്നിരിക്കുന്നവന് ഉള്ളിലത്തെ ആത്മാവ് ബലവത്താകും. അവൻ ക്രിസ്തുയേശു ലോകത്തിൽ ഉന്നതന് ശ്രേഷ്ഠമാകും. അല്ലാത്തവന് മരിച്ച മനുഷ്യൻ എന്നാണ് പറയുന്നത്. ആത്മാവിൽ മരിച്ചവനെ മനുഷ്യനായിട്ട് പോലും മരിച്ച മനുഷ്യൻ എന്നാണ് ബൈബിളിൽ എടുത്ത് പറഞ്ഞേക്കണേ. അപ്പോൾ നമുക്കങ്ങനെ വേണ്ടല്ലോ. നമ്മൾ ജീവനുള്ള ദൈവത്തെ വെളിപ്പെടുത്തുന്ന മനുഷ്യരാകണം. അപ്പോൾ ഇന്ന് വചനം ഞാൻ കാണാണ്ട് എനിക്ക് ഒരു അത്ഭുതം നടന്നു. ഈ വചനം കൊണ്ട് നമുക്ക് ജീവിക്കാം കേട്ടോ. ഇന്നിവിടെ കടയിൽ ഒരു കാര്യം നടന്നു. അപ്പോൾ എനിക്കതിനെപ്പറ്റി ഒരു ടെൻഷൻ, ബിസിനസ്സുകാരല്ലേ, നമുക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടാകുമല്ലോ ഒരു കാര്യത്തിൽ. എന്താണെന്നൊന്നും എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കണില്ല. അപ്പോൾ ഒരു ബിസിനസ്സിൻ്റെ കാര്യമാണ്. അപ്പോൾ എനിക്ക് ബ്യൂട്ടി പാർലർ വീഡിയോ പിടിക്കണം. അപ്പോൾ എനിക്ക് വീഡിയോ പിടിക്കുമ്പോൾ എനിക്ക് അസ്വസ്ഥയാട്ടോ. എനിക്ക് മനസ്സിവിടെയാണ് ഈ ഡീല് ഒരു ബിസിനസ് ആ കാര്യം എൻ്റെ കുഴപ്പം കൊണ്ട് നടന്നില്ല. അപ്പം അസ്വസ്ഥ. എൻ്റെ ദൈവമേ, അച്ഛൻ്റെ സമയോടെ കഴിഞ്ഞെങ്കിൽ അത് കിട്ടിയാനെ ഞാൻ വെയിറ്റ് ചെയ്യാഞ്ഞിട്ട് എങ്ങനെയൊക്കെ ഓർത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ഓർത്തു, ഇതുകൊണ്ട് എനിക്ക് ഈ വീഡിയോ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഫിലിപ്പിയർ 4:4-13 നീ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ട, ഭാരപ്പെടേണ്ട, എല്ലാം പ്രാർത്ഥനയാലും സ്തോത്രത്താലും എന്നെ അറിയിക്കുക എത്ര വേണ്ടേ. എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം നിൻ്റെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശു കാത്തുകൊള്ളും. ആമേൻ. എൻ്റെ അപ്പ, ഞാൻ ഈ വചനത്തിൽ വിശ്വസിക്കുന്നു. ഈ പ്രശ്നം ഞാൻ അങ്ങയിലേക്ക് പകർന്നു. ആ പ്രശ്നം വിട്ടു. അത് കഴിഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ സമാധാനത്തിൻ്റെ യേശുവേ, എവിടെ നിങ്ങൾ വഴക്ക് നടക്കണുണ്ടോ? നിങ്ങൾ ഈ വചനം ഒന്ന് ചൊല്ലി നോക്കിയപ്പോൾ വഴക്കെന്ന് പറഞ്ഞ സംഭവം ഇങ്ങനെ ഇല്ലാണ്ടായി പോകും. സമാധാനത്തിൻ്റെ യേശുവേ, വേഗത്തിൽ പിശാചിനെ കാലിൻ്റെ ചുവട്ടിലിട്ട് ചവിട്ടി മെതിക്കണേ. ആമേ. അപ്പോൾ അവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ വഴക്കല്ല, പക്ഷെ എൻ്റെ കുഴപ്പം കൊണ്ട് ഞാനൊരു സമയത്ത് കൃത്യം ചെല്ലാത്തതിൻ്റെ ഒരു പ്രശ്നമാണ്. അപ്പോൾ സമാധാനത്തിൻ്റെ യേശുവേ, അവിടെ പിശാച് കൊണ്ടുവന്ന് അവരോട് ഇന്ന സമയത്ത് വന്നില്ലല്ലോ, അങ്ങനെയുള്ള ചിന്തകളെല്ലാം മാറ്റാൻ ആ വചനവും ചൊല്ലി ആമയും പറഞ്ഞു. ഇച്ചിരി നേരം കഴിഞ്ഞപ്പോൾ വീഡിയോ ഒക്കെ പിടിച്ച് കുറച്ചു നേരം കഴിഞ്ഞ് വന്നപ്പോൾ ആ പ്രശ്നം പരിഹരിച്ച് ദൈവകൃപയാലിരിക്കണം കണ്ടു. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കിക്കേ, നമ്മൾ ഈ അസ്വസ്ഥപ്പെട്ട് ടെൻഷൻ അടിച്ച പ്രശ്നം കൊണ്ട് കിടന്നെങ്കിലും അപ്പോൾ വചനം കൊണ്ട് ജീവിക്കാൻ പഠിക്കണം. അതിനാണ് ക്രിസ്തു യേശുവിനെ കൊണ്ട് ജീവിക്കണം. യേശു എന്ന് പറയുന്നത് വചനമാണ്. അപ്പം നമ്മൾക്ക് ഇനി 2024 നമ്മൾ എന്ത് ചെയ്യും? വചനം കൊണ്ട് നമ്മൾ ജീവിച്ച് ക്രിസ്തു യേശുവിൽ നമ്മളെല്ലാവരും ആ ദൈവരാജ്യത്തിലായി സ്വസ്ഥതയും സമാധാനമൊക്കെ അനുഭവിച്ച് ഈ 2024 അനുഗ്രഹത്തിൻ്റെ വലിയ പ്രവാഹം നിങ്ങളുടെ കുടുംബത്തിലും എൻ്റെ കുടുംബത്തിലും നമ്മുടെ എല്ലാവരുടെയും കുടുംബത്തിലും ഒഴുകട്ടെ. അപ്പോൾ ഇന്നത്തെ അതിമനോഹരമായ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് ചുരിദാർ സെറ്റാട്ടോ. ഇനിയിപ്പോൾ ന്യൂ ഇയർ, ജനുവരിയിലെ കല്യാണത്തിൻ്റെ ഒരു ബഹളമാണ്. നമുക്കിപ്പോൾ ഏറ്റവും അധികം നമ്മൾ വിൽക്കണ ഒരു സെറ്റാണ് ഒറിജിനൽ ബനാറസ് സിൽക്ക്. ഇത് യോക്കിൽ ഇങ്ങനെയുണ്ട് ഷോൾ. ഏറ്റവും അധികം ഇപ്പോൾ നമ്മൾ വിറ്റ് പോണ ഇത് ഒറിജിനൽ സിൽക്കിലാട്ടോ, ഒറിജിനൽ ബനാറസ് സിൽക്കിലാണ് വന്നേക്കണേ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഗുണം എന്നാന്ന് വെച്ചാൽ നമുക്ക് ഫങ്ഷൻ വെയർ ആയിട്ടും അല്ലാണ്ട് ഇപ്പോൾ ക്യാഷ്വൽ വെയർ ആയിട്ടും ഞാനിടയ്ക്ക് കടയിലൊക്കെ ഇടാറുണ്ട്, വീഡിയോ പിടിക്കാനിടാറില്ലേ. അപ്പോൾ അങ്ങനെ ഇടുകയും ചെയ്യാം. നല്ല സൂപ്പർ സംഭവങ്ങളാട്ടോ, നല്ല കളേഴ്സും ഷോളുതി. എത്ര റേറ്റ്?
2490. നല്ല സാൻഡോൺ ബോട്ടമാണ്, സൂപ്പർ സംഭവമാണ്, നല്ല കളേഴ്സ് യോക്കിൽ ഇങ്ങനെയുണ്ട്, അടിപൊളി സംഭവമാണ്. ഈ 2 വർഷത്തേക്കൊക്കെ ബനാറസ് സാരിയും ബനാറസ് ചുരിദാറൊക്കെ ആയിരിക്കും ഫാഷൻ. അല്ലാണ്ട് വേറെ ഒന്നും ഇത്രയും ഇങ്ങനെ എല്ലാവരും ഫങ്ഷൻ വെയറിനെടുക്കാൻ ഇത്രയും ഇങ്ങനെ ഒന്നും വന്നിട്ടില്ല. അടിപൊളി സംഭവമാണ്, സൂപ്പറാണ്. അതീവ മനോഹരാട്ടോ, പെട്ടെന്ന് എടുത്തോ. എല്ലാം നല്ല കളേഴ്സാണ്. ഞങ്ങൾക്കൊക്കെ ഇവിടെ ന്യൂ ഇയർ ഇങ്ങനെ ഇവിടെ പള്ളിപ്പെരുന്നാൾ എല്ലാം ഉണ്ട്. അതുമല്ല ജനുവരിയിൽ എല്ലാവർക്കും ഫങ്ഷൻ, കല്യാണം എല്ലാം അല്ലേ. നമുക്ക് പാർലറിലൊക്കെ വർക്കൊക്കെ ഉണ്ട്, എല്ലാം ഒത്തിരി ഒത്തിരി പരിപാടി ഉണ്ടെന്ന് തോന്നുന്നു ജനുവരിയിൽ എല്ലാവർക്കും. അടിപൊളി അടിപൊളി നല്ലൊരു ഗ്രീൻ കേട്ടോ, സൂപ്പർ സംഭവം. പെട്ടെന്ന് എടുത്തോ കേട്ടോ. വെബ്സൈറ്റിൽ ചാടി എടുക്കുന്നവർ അങ്ങനെ എടുത്തോ, അല്ലെങ്കിൽ 4 ഓൺലൈൻ നമ്പറുണ്ട്, അവരൊക്കെ വാട്സപ്പിൽ 10 മണി മുതൽ 6 മണി വരെ ഉണ്ട്. എന്തെങ്കിലും ഇതുണ്ട് വാട്സപ്പ് കോളൊന്നും വിളിക്കണേ, അവരെ കേട്ടോ. എന്നെ വിളിച്ചാൽ യാതൊരു കുഴപ്പമില്ല, പക്ഷെ എൻ്റെ മൊബൈലിട്ട് ഈ ഓൺലൈൻ നോക്കണില്ലെന്നുള്ളൂ. അല്ലാണ്ട് വിളിക്കണതൊക്കെ എനിക്ക് വലിയ സന്തോഷം കേട്ടോ. എന്തൊരു സ്നേഹമുള്ള മനുഷ്യരാണ് നിങ്ങൾ. ഞാൻ ഇത് കണ്ടോ, ഈ മെറ്റീരിയൽ കണ്ടോ, നല്ല കൂടിയ സിൽക്കാട്ടോ, വിചിത്ര സിൽക്കല്ല കേട്ടോ, ഇത് കൂടിയൊരു സിൽക്കാണ്. ഈ മൊഡാൽ സിൽക്ക് പോലെ എന്നാണ് അവർ പറഞ്ഞത്, മൊഡാൽ എന്നാണ് അവരെന്നോട് പറഞ്ഞത്. സോഫ്റ്റ്, പക്ഷേ മൊഡാലിൻ്റെ ഗ്ലോ ഇല്ല, ഒരു തെന്നണ ഗ്ലോ ഇല്ല മൊഡാലിന്, പക്ഷെ അതില്ല. ഇതേ നല്ല കണ്ടോ, വർക്ക് ഭയങ്കര രസം. ഓർഗൻസ ഷോള് ഫുൾ വർക്കും, എന്താ ഭംഗി. 1599 കേട്ടോ, നല്ല കോഫി ബ്രൗൺ. ഇത് ഹാൻഡ് വർക്ക് കേട്ടോ, ഇതെല്ലാം ഹാൻഡ് വർക്കാണേ. ഷോള് ഫുൾ വർക്കുണ്ട് കേട്ടോ, ഷോള് ഹാൻഡ് വർക്കൊക്കെ ചെയ്തേക്കണം, അടിപൊളി സംഭവം കേട്ടോ. ഇപ്പം തന്നെ തീരും. അടിപൊളിയാണ്. 1590 ഉള്ളൂ അല്ലേ, 1590 ഉള്ളൂ. നേവി ബ്ലൂ ആണ്, 1599. മുന്തിരി കളറ്, നല്ലതാണ്, പെട്ടെന്ന് എടുത്തു. യോക്കിൽ മാത്രമല്ല ഫുള്ള് ടോപ്പിലും ഉണ്ട്, ഷോളും ഫുള്ള് വർക്കുണ്ട്. നല്ലൊരു ഫങ്ഷൻ വെയർ ഡ്രസ്സാണ്. പെട്ടെന്ന് വട്ടം കറങ്ങി. ഹാൻഡ് വർക്ക് കുറച്ച് ആളൊന്നും നിന്നു, ഇപ്പം ഹാൻഡ് വർക്കാണ് ഏറ്റവും അധികം ചിലവാകണം. ബ്ലാക്ക്, ഇത് ബ്ലാക്ക് അല്ലേ, ബ്ലാക്ക്. ഇനി ഫങ്ഷൻ വെയർ ആട്ടോ, ഇനി പേസ ചാട്ട് ആവശ്യമുള്ളവർ. ഇത് സിൽക്ക് ഓർഗൻസ ആട്ടോ, ഓർഗൻസ എന്ന് പറയാനില്ല കേട്ടോ, ഇത് സിൽക്ക് ഓർഗൻസ അല്ല. അതേ ഇനി ഒരു വില കൂടി സിൽക്ക് ഇല്ലതേ, ഞാൻ സിൽക്ക് ഓർഗൻസയാണെന്ന് ഓർത്തത് കേട്ടോ. ലക്നോവി വർക്ക്, ഫുള്ള് ലക്നോവി വർക്ക്. അടിയിൽ ഇത് ഇങ്ങനെ വർക്കുണ്ട്, ഫുള്ള് ലക്നോവി വർക്ക്. സാൻഡോൺ ബോട്ടം. ഇതിന് റേറ്റും കുറവാട്ടോ. 1399 ഉള്ളൂ. അടിപൊളി സംഭവമാണ്. 1399 ഉള്ളൂ. സൂപ്പർ സംഭവം. നല്ല കളർ ചാർട്ട്. ഇന്നത്തെ ചുരിദാറെല്ലാം അടിപൊളിയാണ്. ന്യൂ ഇയറിന് നിങ്ങൾ ചുരിദാർ എടുക്കുമ്പോൾ അടിപൊളി ചുരിദാർ കിട്ടണ്ടേ? ന്യൂ ഇയറിന് വേണ്ടി സ്പെഷ്യൽ കരുതിയേക്കണതാ. അടിപൊളി ചുരിദാർ 1399. പീച്ച്, നല്ല പീച്ച് കളർ. ഇനി ഉണ്ട് ഇതിൻ്റെ
എൻ്റെ കളേഴ്സ് അത്രയേ ഉള്ളൂ. ഇനി ഇത് ജോർജറ്റാണോ? ഇത് ജോർജറ്റിൽ യോഗിലിങ്ങനെ അജ്ര പ്രിൻ്റും വർക്കും ഒരു കുഴപ്പമില്ലാതെ ഇരുന്ന് എനിക്ക് അപ്പുറം ഇരുന്ന് ആരാണ്ട് ചുമക്കണം. കേൾക്കുമ്പോൾ രേഷ്മ ചുമക്കണം, കേട്ടപ്പോൾ എനിക്കും ചുമക്കണം. 1299 നല്ല ലെങ്ത് ഉണ്ട്. ഉള്ളിൽ ഇങ്ങനെ ഒരു മിറർ വർക്ക് ഉണ്ട്. ബാക്ക് പ്ലെയിൻ ആണ്. സോഫ്റ്റ് സിൽക്കിൻ്റെ ബോട്ടം വിത്ത് ലൈനിങ് ആണോ? വിത്ത് ലൈനിങ് 1299 നല്ല സെറ്റാട്ടോ. ജോർജറ്റ് എപ്പോൾ വന്നാലും ആൾക്കാർക്ക് ഇഷ്ടമാണ്. ഇങ്ങനെ കഴുകാൻ വറക്കാം, ഇങ്ങനെ കിടന്നോളും ചേർന്ന് ഈ ഡെയിലി യൂസുകാർക്കൊക്കെ. അല്ലെങ്കിലും എല്ലാവർക്കും ഇച്ചിരി ഒട്ടിക്കിടക്കണമൊക്കെ വലിയ ഇഷ്ടമാണെന്ന് തോന്നുന്നു. ഞാൻ പോലും കാലം മാറി. ഇപ്പോൾ സാരിയൊക്കെ എനിക്ക് ഒട്ടിക്കിടക്കണം മതിയെന്ന. ബനാറസിൽ സാരിയൊക്കെ എടുത്ത് എല്ലാം ക്രേപ്പിലൊക്കെ. അപ്പോൾ എനിക്ക് ചുമക്ക് കുഴപ്പമൊന്നുമില്ല. ഈ എല്ലാവരും വാ വിളിക്കാന്ന് കാണിക്കുമ്പോഴത്തേക്കും നമ്മളെല്ലാം വാ വിളിക്കുന്നതിനാ. അതൊന്നൊരു മാനസിക രോഗമാണ് ഇവിടെ മനുഷ്യർക്കേ. ആർക്കെങ്കിലും എന്തെങ്കിലും കാണിക്കുമ്പോൾ അങ്ങനെയല്ല. വേറൊരാൾക്ക് അസുഖം എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര വല്ലവരുടെ അസുഖമൊക്കെ കേൾക്കും. അതിൻ്റെ സിംറ്റം ഒക്കെ ചോദിക്കും. അപ്പം മുതൽ എനിക്ക് അങ്ങനെ ഒരു വയറ്റുവേദന വന്നായിരുന്നു, എനിക്ക് അങ്ങനെ ഒരു തലവേദന, ഇതൊക്കെ തോന്നും എല്ലാ മനുഷ്യരും. പിന്നെ ഞാനിപ്പോൾ പ്രാർത്ഥന വന്നേ പിന്നെ പ്രിന്റ് കാണിച്ചിട്ടാണ് ഞാൻ പ്രാർത്ഥന വന്നേ പിന്നെ എല്ലാം യേശുവിൻ്റെ നാമത്തിൽ ക്യാൻസലാണ്. അപ്പോൾ എനിക്ക് ക്യാൻസലായി പോണത് ഫീൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ ടെൻഷൻ കയറൂലേ? വേറെ വല്ലവരും പറയുവാണ് ഇന്ന പോലെ ഇന്ന, അപ്പോൾ നമുക്കും അതുപോലെ തോന്നും. അപ്പോൾ നമ്മൾ അപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ക്യാൻസലാക്കി അതൊന്ന് ക്യാൻസലായി പൊക്കോളൂ. ഭയങ്കര ഒരു അതിശയാട്ടോ. ഒരു വേണ്ടാത്ത ചിന്തയൊക്കെ വരുവാണ്. അപ്പോൾ നമ്മൾ യേശുവിൻ്റെ നാമത്തിൽ ക്യാൻസലാക്കിയാൽ മതി. അപ്പോഴും ഇങ്ങനെ ഇത് കണ്ടോ, ഒറിജിനൽ ക്രേപ്പാട്ടോ. നല്ല ലെങ്ത് ഉണ്ട്. വിത്ത് ലൈനിങ് ആണ്. ഒറിജിനൽ ക്രേപ്പാണ്. 47 ചേർക്ക് എല്ലാത്തിനും കിട്ടല്ലേ? അയ്യോ, ഇതിന് വലിയ വിലയില്ല കേട്ടോ. 1199 ഉള്ളൂ. ക്രേപ്പിൻ്റെ പ്ലെയിൻ ഷോള് അടിപൊളി. ഒറിജിനൽ ക്രേപ്പാട്ടോ. 1199 ഉള്ളൂ. സൂപ്പർ സംഭവമാണ്. 1199 ഉള്ളൂ. നല്ല കളർ ചാർട്ടുമാണ്. നല്ല കളർ ചാർട്ടല്ലേ? ന്യൂ ഇയർ ആയിട്ട് നിങ്ങൾക്ക് നല്ല ന്യൂ ഇയർ സമ്മാനം തരാമോ? 1199. അടിപൊളി സെറ്റ്. 1199 നല്ല സെറ്റാട്ടോ. ഫ്രണ്ടും ബാക്കും പ്രിൻ്റ് ഉണ്ട്. വിത്ത് ലൈനിങ്ങും ഷോള് ക്രീപ്പും. 1199 ആകെ. ഇത് 1199 അല്ലേ? ഇത്രയും വിലയുള്ളൂ. ഇതിന് മീറ്ററിന് 250 രൂപ അങ്ങനെയൊക്കെയല്ലേ നമ്മൾ. ഇത്രയും വിലയുള്ള സാധനമാണ്. ഇപ്പോൾ വില ഇത്രയൊക്കെ ഈ സെറ്റ് ഭയങ്കര ലാഭമല്ലേ? 1199 ഒക്കെ ഭയങ്കര രസമുള്ള കളേഴ്സും അല്ലേ? നല്ല രസം. ഇങ്ങനെ ഒതുങ്ങി ഇങ്ങനെ ഇരിക്കും. വയറൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഇങ്ങനത്തെയൊക്കെ ഇടായിരുന്നു. വയറ് കുറയണമെങ്കിൽ തീറ്റ കുറയ്ക്കണം. എനിക്കാണെങ്കിൽ തിന്നണ വയറ്, ഈ മേൽവയറെന്നൊക്കെ പറയില്ലേ, തീറ്റ അങ്ങ് തുടങ്ങിയാൽ പറയണ്ട. ഇപ്പോൾ ഈ ഹെർബാലൈഫും കഴിക്കലും നമുക്കേക്കോ. ഈ ക്രിസ്മസ് വന്നപ്പോൾ ഉള്ള ഇറച്ചി, കപ്പ, ബിരിയാണി, കപ്പയിറച്ചി ഇങ്ങനെയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് ഹെർബ ഇനി കഴിച്ച് ക്ഷീണിക്കണം. 1199. ഇപ്പോൾ തിന്നാൻ പറ്റിയില്ലേ? ഭയങ്കര കഷ്ടപ്പാടാണ്. 1199 ഉള്ളൂ. അടിപൊളി സെറ്റാണ്. പെട്ടെന്ന് എടുത്തു. ഇനി നല്ലൊരു സിൽക്കിൽ നല്ല ഈ മെറ്റീരിയൽ, ഈ ടോപ്പിൻ്റെ സിൽക്കിൻ്റെ മെറ്റീരിയലേ നല്ലതാട്ടോ. ദേ കൂടിയ സിൽക്കിൻ്റെ മെറ്റീരിയലാട്ടോ ടോപ്പിൻ്റെ തുണി. അതിൽ ക്രോസ് സ്റ്റിച്ചിൻ്റെ വർക്കാണ്. ബോട്ടം ഒരു സെമി സിൽക്ക് ബോട്ടാണ്. ഓർഗൻസ ഷോള്, 2 വശവും വർക്കുള്ള ഓർഗൻസ ഷോള്. അല്ല, ഒരു വശം വർക്ക്. അടിപൊളി പേസ്റ്റ് ചാർട്ടുകളാണ്. വില നിസ്സാര വിലയുള്ളൂ. 1090. 1900 രൂപയേ ഉള്ളൂ. 47, 48 ചെറുപ്പവും കിട്ടും. എല്ലാം ഇന്ന് ഭയങ്കര രസമുള്ള സെറ്റാണ്.
പൗലോക്കുഞ്ഞിന് പിന്നെയും പനി പിടിച്ചു. അത് മഞ്ഞ് കൊണ്ട് കുഞ്ഞുവിൻ്റെ കസിൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം മഞ്ഞ് കൊണ്ട് ഈ മിറ്റത്തേക്കടെയൊക്കെ കൊച്ച് കളിച്ച് പാവം പൗലോക്കുഞ്ഞ് പനി പിടിച്ച് ക്ഷീണിച്ചു. പനിയൊക്കെ മാറി. എന്നാലും ഇപ്പോഴത്തെ ഈ വൈറൽ ഫീവറൊക്കെ പെട്ടെന്ന് പരക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും പനിയൊക്കെയാന്ന് പറഞ്ഞാൽ പരിസരത്തേക്ക് പോകണം കേട്ടോ. ഞാൻ പറയുന്നത് കടയിൽ പോരെ, കടയിലാർക്കും പനിയൊന്നുമില്ല. ദിവസമുണ്ടായിട്ട് യേശോബേ ഞാൻ നീ നീർക്കെട്ടെന്ന് പറയില്ലെന്ന് ഓർത്തിട്ടില്ല. ഞാൻ നീർക്കെട്ടെന്ന് പറഞ്ഞ് എല്ലാവരും എന്നെ കളിയാക്കുക. ഇങ്ങനെ ഒരു അസുഖം ആരും കേട്ടിട്ടില്ല. അപ്പം അതിനൊരു പൊതു അസുഖമായിട്ട് പ്രഖ്യാപിച്ചേക്കുക. ഞാൻ സിംറ്റമൊക്കെ പറയുമ്പോൾ മിക്കവർക്കും അവിടെ മിന്നലും പിടിത്തമൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു അസുഖത്തിൻ്റെ പേര് കേട്ടിട്ടില്ല. അപ്പം എല്ലാവരും ഒരു പൊതു അസുഖമായിട്ട് അതിനെ പ്രഖ്യാപിച്ചു. പേസ്റ്റൽ ഗ്രീൻ അടിപൊളി സെറ്റ്, സൂപ്പറാണ്. ആകെ 1099 ഉള്ളൂ. എന്നാ നല്ല ചാർട്ട ഇതിൻ്റെ. ഈ ചാർട്ട് ഒരു ഗ്രാൻഡ് ചാർട്ടാണ്. ഇന്നത്തെ സെറ്റ് ഒരെണ്ണം പോലും നിങ്ങൾക്ക് വിട്ടുകളയാൻ തോന്നില്ല. അത്ര അടിപൊളി സെറ്റുകളാണ്. എല്ലാം നിങ്ങൾക്ക് എടുക്കാൻ പോകും. അത്ര മനോഹരമായ സെറ്റാണ്. ഇത് കണ്ടോ, അജ്രക് പ്രിന്റ് കോട്ടയിൽ ഇങ്ങനെ പിടിക്കും. തീപ്പെട്ടിയുടെ അകത്ത് മടക്കി വയ്ക്കാന്നൊക്കെ പറയില്ലേ, അതുപോലെ. ഇത് കോട്ടയാട്ടോ. ഇത് കോട്ട മെറ്റീരിയലാണ്. കണ്ടോ, ഒട്ടും കനവും ഇല്ല. ഉണ്ടോ, കട്ടിയുള്ള കോട്ടൺ ഇതായിരിക്കും. ഷോള് ദേ സോഫ്റ്റ് കോട്ടൺ ഷോള്, കോട്ട ഷോള്. ബോട്ടം പ്ലെയിൻ കോട്ടൺ ആണ്. അത് വിളമ്പിയിട്ട് നല്ല സെറ്റല്ലേ. എത്രയാ? 1399 ഉള്ളൂ. അടിപൊളി സംഭവമാണ്. അജ്രക് പ്രിന്റിൻ്റെ കോട്ട സെറ്റാണ്. കോട്ട സെറ്റിൻ്റെ ഷോളൊക്കെ കണ്ട നല്ല സൂപ്പർ. ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം ഇത് കനയില്ല. എനിക്ക് ഇങ്ങനത്തെ സാധനമൊക്കെ ഇപ്പോൾ ഇടാൻ ഇഷ്ടമുള്ളൂ. കനമുള്ളതൊന്നും ഇപ്പോൾ ഇഷ്ടമല്ല. ഇതിൻ്റെ ബോട്ടത്തിന് കനമൊക്കെ ഉണ്ട് കേട്ടോ. ഈ ടോപ്പ് എടുത്ത് പിടിക്കുമ്പോൾ പ്ലാവില പോലെ വല്ല ബോട്ടം ഇച്ചിരി കട്ടിക്കിരുന്നോട്ടെ നേരിലൊന്നും അടിക്കുമല്ലോ. 1099 ഉള്ളൂ. നല്ല കൂടിയ ബോട്ടത്തിൻ്റെ തുണിയാണോ. ഇത് ബോട്ടം മാത്രമേ ഉള്ളൂ, അതോ ലൈനിങ് കൂടെ ഉണ്ടോ? എനിക്കിപ്പോൾ ഒരു സംശയമേ. 1399 ആട്ടോ, 1399. ഈ ബോട്ടത്തിന് ലൈനിങ് കൂടെ ഉണ്ടോ എന്ന് നോക്കട്ടെ. അപ്പോൾ അതൊക്കെ നോക്കാൻ പാടില്ലായിരുന്നു നിങ്ങൾക്ക്. ഇല്ല, കനമുള്ള തുണിയാണെന്ന് തോന്നുന്നു. എല്ലാം നല്ല ഷെയ്ഡാട്ടോ. 1399 ഉള്ളൂ. അടിപൊളി സെറ്റാണ്. കാണിച്ചു തന്നെയാണോ? അല്ലല്ല, അത് നേവി ബ്ലൂവിൽ. ഇനി നമുക്കൊരു കോട്ടൺ കാണാം കേട്ടോ. കോട്ടണിൽ ഈ ലക്നോവി വർക്ക് നല്ലതാട്ടോ. ബോട്ടം ദേ ഇങ്ങനെ സ്ട്രൈസും ആട്ടോ. നല്ല സെറ്റാട്ടോ. വില വലിയ കാര്യമായിട്ടില്ല. കോട്ടൺ ഷോള് 690 രൂപയുള്ളൂ. ഷോള് വേണമെങ്കിൽ ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ കുർത്തിയായിട്ട് ചുവപ്പും ബോട്ടമൊക്കെ തയ്ച്ച് സൂപ്പറല്ലേ. 690 രൂപയുള്ളൂ. പീച്ച് $690 അടിപൊളി സെറ്റാണ്. അടിപൊളി.
ഇങ്ങനെ ഇറക്കി വെക്കരുത് കേട്ടോ. ഇതിങ്ങനെ കൃത്യം കഴുത്ത് ഇവിടുന്ന് കയറി ഇങ്ങനെ തന്നെ ഇരിക്കണേ. അങ്ങനെ വെച്ചപ്പോൾ അങ്ങനെ വെച്ചെന്നുള്ളൂ. 690 രൂപയുള്ളൂ. ഇത് പെട്ടെന്ന് തിരിയും കേട്ടോ. നല്ല രസമില്ലേ? നല്ലൊരു കോട്ടൺ ചുരിദാറല്ലേ. ഇത് പ്യുവർ കോട്ടനാണ്. എനിക്ക് പിടിച്ചു നോക്കിയിട്ട് കണ്ടിട്ടൊക്കെ പ്യുവർ കോട്ടൺ പോലെ തോന്നിക്കണേ. ഈ വിലയ്ക്ക് പ്യുവർ കോട്ടൺ കിട്ടുമെന്നൊക്കെ ചോദിച്ചാൽ ഈ വിലയ്ക്ക് നമുക്ക് കിട്ടി. കണ്ടിട്ട് പ്യുവർ കോട്ടൺ പോലെ. ഇതിൽ കോട്ടൺ എന്നാണ് എഴുതിയേക്കണത്. ഇത് ജോർജറ്റിൽ വീനക്കിൻ്റെ അടിപൊളി ഒരു സെറ്റ്. ഇത് ഷോളൊക്കെ 2 വശവും പുറത്താ. എന്നാ ഭംഗി ഇത്. വിത്ത് ലൈനിങ് ആണോ? എത്ര വില? നല്ല രസമുള്ളൊരു സെറ്റ്. 990 ഉള്ളൂ കേട്ടോ. 2 വശവും ഷോളി വർക്ക് വിത്ത് ലൈനിങ്. ഫോട്ടോയ്ക്ക് പോസ് ചെയ്യില്ല കേട്ടോ. അപ്പോൾ പണ്ടൊക്കെ ഇങ്ങനെ ഒരു ഇത് അഭിനയിക്കാനും പോസ് ചെയ്യാനൊക്കെ എന്ത് പുതിയ മതി മാറി. യേശുബ്രാൻ്റെ കാര്യം എന്ത് ഞാൻ ചോദിച്ചാൽ അതൊക്കെ തരും. നിറഞ്ഞ് നിനക്ക് കൊതി മാറുവോളം നീ അഭിനയിച്ചോ. ഇതിപ്പോൾ ജീവിക്കാനുള്ള അഭിനയാട്ടോ. എല്ലാവരും അഭിനയിക്കുന്നത് ജീവിക്കാൻ വേണ്ടിയല്ലേ അല്ലേ? 999 ആണല്ല, 90, വെറും 90. ഇതുണ്ടോ കേട്ടോ. ഇവിടെ മാത്രമല്ല, ഈ ടോപ്പിൻ്റെ അതിലൊക്കെ ഡിസൈൻ ഉണ്ട് കേട്ടോ. നല്ല ജോർജറ്റ് വിത്ത് ലൈനിങ്. അത് ഷോള് 2 വശവും വർക്കും. നല്ല അടിപൊളി ഷോള്. അടിപൊളി ഷോള്. ഇത്രയും വർക്കൊക്കെ ആയിട്ട് ഈ എംബ്രോയിഡറിക്കാണ് ഇത്രയും കാശ് കൊടുക്കണല്ലോ. 990 സൂപ്പറല്ലേ? വിത്ത് ലൈനിങ്. പെട്ടെന്ന് എടുത്തോ. ജോർജറ്റിൻ്റെ ആകാരെല്ലാം പെട്ടെന്ന് എടുത്തോ. എന്താ അവര് കണ്ടോണ്ടിരിക്കുക. $990 അടിപൊളി സെറ്റാണ്. ന്യൂ ഇയർ ആയിട്ട് തന്നെ ആഘോഷമൊക്കെ എല്ലാവരും ഇപ്പോൾ പേപ്പറിലാണോ ഇതിലൊക്കെ കണ്ടില്ല. ഹോട്ടൽ മുറികളെല്ലാം ബുക്കിംഗ് ആയി. അങ്ങനെ എന്തെല്ലാവരും കൂടെ കൂടി എന്തൊരു സന്തോഷിച്ചാലും ഇങ്ങനെ കുടിക്കാനും അങ്ങനെയൊന്നും പോകരുത് കേട്ടോ. അല്ല, ഞാൻ എൻ്റെ ആഗ്രഹം പറഞ്ഞെന്നുള്ളൂ കേട്ടോ. നമുക്ക് പ്രാർത്ഥിക്കുമോ അല്ലെങ്കിൽ പ്രാർത്ഥന എല്ലാവർക്കും ബോറടിക്കുമോ? സ്ഥിരം കൊണ്ട് വർത്താനം പറഞ്ഞൊക്കെ ഇരിക്കാമല്ലോ. ഒത്തിരി പ്രാർത്ഥിക്കുമ്പോൾ ബോറടിക്കും കേട്ടോ. എനിക്കിങ്ങനെ തന്നെ ഇരുന്ന് യേശുപ്പനോട് വർത്താനം പറയണേ ഇഷ്ടമുള്ളൂ. ഇങ്ങനെ കൂടി ഇരുന്ന് ഒത്തിരി വായിച്ചതൊക്കെ എനിക്ക് മടുപ്പാണ്. ഇച്ചിരി നേരം പ്രാർത്ഥിക്കും. വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കാൻ ഒത്തിരി ഇഷ്ടം. ഇത് നേവി ബ്ലൂ 990. ഇനി നിങ്ങൾക്ക് ഈ വേനക്കത് റയോണിൻ്റെ നമ്മുടെ ചുങ്കിടി ഇത് കാണിച്ചിട്ട് കുറേ നാളായില്ലേ. ആദ്യം നാൾ കാണിച്ച പ്രിൻ്റല്ല, ഇത് വേറെ. ഇതൊക്കെ ലെങ്തൊക്കെ കിട്ടും കേട്ടോ. ഇതിന് ലെങ്ത് ഉണ്ടല്ലോ. 46, 47 കിട്ടും. നല്ല സുഖമാണ് ഇടാൻ. ഇത് നല്ല റയോൺ, നല്ല ചുങ്കിടിയാണ്. ഈ ബോട്ടത്തിൽ ഇങ്ങനെ ചുങ്കിടി പ്രിൻ്റൊക്കെ ഉണ്ട് കേട്ടോ. അതേ കണ്ടോ. റേറ്റ് എത്ര? 699 രൂപയോ? ആ വിലയ്ക്ക് ഇത് സൂപ്പർ ഹിറ്റ് അല്ലേ? പെട്ടെന്ന് എടുത്തു. ഇടാൻ എന്ത് സുഖമാണെന്നറിയാവോ? ഇടാൻ അടിപൊളിയാണ്. വില ഇത്രയേ ഉള്ളൂ. ഇത് കോഫി ബ്രൗൺ അല്ലേ? കോഫി ബ്രൗണിലെ യെല്ലോ. നല്ല രസമില്ലേ? 699. ഇത് ബ്ലാക്കിനാണ് അല്ലേ? ബ്ലൂ ആണോ? ബ്ലൂ ആണ്. ഓ, ഫസ്റ്റ് ഒന്നിനും കണ്ടുപിടിക്കില്ലായിരിക്കും ഇത്. എന്തേലും കടയിൽ ചോദിച്ചാൽ പിന്നെ ബ്ലാക്ക് ആണോ ബ്ലൂ ആണോ? ശരി, ഞാനോർത്ത് എനിക്ക് ബ്ലാക്ക് ആണോ? ഒരാൾ ബ്ലാക്ക് എന്ന് പറയും, ഒരാൾ പറയും ബ്ലൂ ആണ്. ഇത് ബ്ലാക്ക് ആയിട്ട് എനിക്ക് തോന്നണേ. എന്തായാലും നമുക്ക് ബ്ലാക്ക് ആയിട്ട് സ്ഥിരീകരിക്കാം. 699 ഉള്ളൂ. പിന്നെ ബ്ലാക്ക് ആയിട്ട് അംഗീകരിച്ചു. ഒരാൾ ബ്ലാക്ക് എന്ന് പറയും, ഒരാൾ ബ്ലൂ ആന്ന് പറയും, ഒരാൾ കോഫി കളറാന്ന് പറയും. എന്തായാലും ബ്ലാക്കാ. അപ്പോൾ
ഈ വീഡിയോയും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് എല്ലാം നമ്മളെല്ലാ വീഡിയോയിലും പറഞ്ഞ പോലെ ഇതും ഇട്ടേക്കണം. നമ്മുടെ സമ്മാനം കിട്ടും 1000 രൂപയുടെ എന്തേലും. അത് 1-ാം തീയതി കഴിഞ്ഞിട്ട് അടുത്ത ദിവസത്തെ വീഡിയോയിൽ എന്തിലേലും ഇട്ടേക്കും. നിങ്ങൾ വാട്സപ്പോ നമ്പറുകളിലേക്ക് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ വീഡിയോയും കൂടെ ഷെയർ ചെയ്യണം കേട്ടോ. ഷെയർ ചെയ്തത് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കണം. നോക്കാൻ ഇതിട്ടേക്കുക. യേശുവിൻ്റെ കൃപയാൽ അത് ആർക്കാന്ന് വെച്ചാൽ സമ്മാനം കിട്ടട്ടെ. അതുകൂടാണ്ട് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും യേശുമ്പരാൻ 2024 ഒരു അനുഗ്രഹത്തിൻ്റെ വർഷമായി നിങ്ങൾക്ക് മാറട്ടെ.